ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ജോമെട്രിക്കൽ പാറ്റേൺ ആയിട്ടാണ്. അതിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്താ വെച്ചാൽ ബ്ലാക്ക് കളർ വേണം. മെഴുകായാലും സ്കെച്ചായാലും കുഴപ്പമില്ല. ഞാനിവിടെ മെഴുകാണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്കൂളിൽ ചെയ്യാനുള്ളതാണ്. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ സ്കെച്ച് വാങ്ങുന്നതാണ്. സ്കെച്ച് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത് മതി, ക്രയോൺ മതി. പിന്നെ ആവശ്യം പെൻസിൽ, ഇറേസർ, സ്കെയില്, ഷാർപ്നറൊക്കെയാണ് ഇതിനാവശ്യമുള്ളത്. അപ്പം നമുക്ക് ഏത് പിക്ചറാണെന്ന് നോക്കാം. അപ്പം ഈ ഒരു പിക്ചറാട്ടോ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനമാണ് എറേസറും പെൻസിലും സ്കെയിലും കോമ്പസിൻ്റെ ആവശ്യമുള്ള. എന്നാലും മെഷറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇതിന് കോർണേഴ്സ് ഉണ്ട്. 4 കോർണേഴ്സിലും ബന്ധിപ്പിച്ചാലേ ഇതാക്കാൻ പറ്റുള്ളൂ. സ്കൂളിലൊരു വൈറ്റ് A4 ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, സ്കൂൾ തലത്തേക്ക് കൊണ്ടുപോവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലാസ് തലത്തേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ, കാരണം ടൈം വളരെ കുറവായതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ നോക്കാം. അതിനാവശ്യമായിട്ട് നമുക്കൊരു സ്കെയിൽ വെച്ചിട്ടൊരു 13 സെൻറ്റിമീറ്റർ എടുത്തിട്ടുള്ളൊരു സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ വെച്ചിട്ട് കാണാം. സോറി, ഞാൻ വീഡിയോ എടുക്കുന്നത് മറന്നു പോയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ 13 സെൻറ്റിമീറ്റർ സ്ക്വയർ എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് 6 സെൻറ്റിമീറ്റർ ഈ ഒരു ഭാഗമായിട്ട് പകുതിയാക്കിയിട്ട് ഒരു വര വരയ്ക്കണം. എന്നിട്ട് നമ്മളിതൊക്കെ ബന്ധിപ്പിച്ചിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഇട്ടോ ബന്ധിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇത് കോർണർ കൂട്ടി ബന്ധിപ്പിക്കണം. പിന്നെ ഞാൻ സ്ക്വയറൊക്കെ വരച്ചിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇവിടെ എടുക്കേണ്ടത് 12 സെൻറ്റിമീറ്ററിൽ കുറച്ച് ഇതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. വളരെ കുറച്ച് ടൈം നമ്മൾ എന്തെങ്കിലും പറഞ്ഞുതരാം. ഇങ്ങനെ ബന്ധിപ്പിക്കണം കേട്ടോ. ഓരോന്നായിട്ട് ഈ ഓരോരോ കള്ളിലേക്ക് ഇങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നത് 2.5 സെൻറ്റിമീറ്ററാണ്. അടുത്ത് ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കേട്ടോ വെക്കേണ്ടത്. ഇനി മക്കൾ കളർ എടുത്തിട്ട് ഓരോരോ പോർഷൻ കളർ എടുക്കാനുള്ള അത് കളർ എടുത്തിട്ട് കാണിച്ചു തരാം. ഈ സ്ഥലത്താട്ടോ, ഇങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ കളർ എടുക്കേണ്ടത്. ഇനി കളർ എടുത്തിട്ട് കാണാം. ഇങ്ങനെ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് ഷെയ്ഡ് കൊടുത്തെടുക്കണം കേട്ടോ. പെൻസിലിനോട് ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത് ഇനി നമ്മൾ സ്കെച്ച് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചത്. ഇങ്ങനെ കേട്ടോ സ്കെച്ച് കഴിഞ്ഞപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.